വയനാട് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരാൾ കൂടി പിടിയിൽ. തിരുവനന്തപുരം വർക്കല സ്വദേശി ആസിഫ് ഖാനെയാണ് പിടികൂടിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. നിഷ്പക്ഷമായ അന്വേഷണം നടക്കും. നടപടിയെടുക്കുന്നതിൽ പക്ഷപാതം സ്വീകരിക്കില്ലെന്നും രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതും മന്ത്രി പറഞ്ഞു. സംഘടനാ തലത്തിലല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്, സംഘടനകൾ തമ്മിലുള്ള വിഷയമല്ലല്ലോ ഇത്. രണ്ട് ബാച്ചിലുള്ള കുട്ടികളെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയുമ്പോൾ അതിന് കർശനമായ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊന്നും ഒരു തരത്തിലുമുള്ള അനുകൂല നിലപാട് ഒരു തലത്തിലും കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള സഹായം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങളാരും. അത് വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെയും ഈ സംഭവത്തെയാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്നത്. ആ സംഭവം ഗൗരവമായി കണ്ടുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. SFIയെ ക്രിമിനൽ സംഘമാക്കി വളർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം. SFI ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത്? അത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. SFIയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും തൻ്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെൻറ്റിൻ്റെ ചീത്തപ്പേരും മറച്ചു പിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അധ്യാപക സമൂഹവും കൂടെ പ്രതിക്കൂട്ടിലാണ് പൂർണ്ണമായിട്ടും. ദീപക് മോഹൻ വിശദാംശങ്ങളുമായി. ദീപക്, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? നികേഷ്, വയനാട് വൈത്തിരി വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ 10 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി കൂടി അറസ്റ്റുമെന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. നേരത്തെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ 20-ലധികം പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതനുസരിച്ചാണ് ഇവിടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വയനാട് ജില്ലാ പോലീസ് മേധാവി T നാരായണന്റെ നേതൃത്വത്തിലുള്ള 24-അംഗ CIമാരുടെ കീഴിലുള്ള അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഇന്നലെ ആയിരുന്നു ഈ കൊല്ലം സ്വദേശിയായ ആസിഫ് ഖാനെ അവിടെ എത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ഈ പ്രതിയെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്പം മുൻപാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 10 പ്രതികളാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളത്. ബാക്കി 10 പേരെ കൂടി പോലീസ് ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന ഒരു പ്രതീക്ഷയിലും ഒരു നിഗമനത്തിലുമാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നികേഷ്.